നടൻ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ഈ പോങ്ങൻ തറപ്പിച്ചു പറയുന്നതിന് പിന്നിലുള്ള ആദ്യത്തെ കാരണം ഇതാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ ഈശ്വരനെ അല്ലെങ്കിൽ ദൈവത്തെ ആശ്രയിക്കുന്നവരും അവഗണിക്കുന്നവരും ഉപയോഗിക്കുന്നവരും വിൽക്കുന്നവരുമൊക്കെയുണ്ട്. ദൈവത്തെ അവഗണിക്കുകയും ഉപയോഗിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നവരെ പറ്റി പിന്നീട് പോങ്ങൻ പറയാം. ദിലീപ് ആദ്യം പറഞ്ഞ നിലയിൽ, അതായത് ആശ്രയമായി ദൈവത്തെ സമീപിക്കുന്ന ഒരു മനുഷ്യനാണെന്ന ബോധ്യത്തിലാണ് എൻ്റെ ഈ സംസാരം. ദൈവത്തെ ആശ്രയിക്കുന്ന കൂട്ടർ ദൈവത്തിൽ ഒട്ടും തന്നെ വിശ്വസിക്കുന്നവരല്ല. അവർക്ക് ദൈവം എന്നത് വിശ്വാസമല്ല, ഉറപ്പാണ്. ദൈവമുണ്ട്, അതവരുടെ ബോധ്യമാണ്. വെറും വിശ്വാസം മാത്രമല്ല. വിശ്വാസത്തിൽ വിശ്വാസം മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? അല്പം പോലും ഉറപ്പില്ല അതിൽ. എന്നാൽ ദൈവമുണ്ട് എന്ന് ഉറപ്പിക്കുന്നവർ വെറും വിശ്വാസികളായി ചുരുങ്ങില്ല. അവർ ഉറപ്പോടെ അർപ്പിത ബുദ്ധിയുമായി ദൈവത്തെ ആശ്രയിച്ചു കൊണ്ടേയിരിക്കും. ദിലീപ് അത്തരത്തിൽപ്പെട്ട ഒരു ഭക്തനാണല്ലോ, അല്ലേ? കേവല വിശ്വാസത്തിനപ്പുറം ദൈവമുണ്ട് എന്ന് പറയുന്ന ഉറപ്പോടെ ജീവിക്കുന്ന ഒരു ഭക്തൻ. അതുകൊണ്ട് തന്നെ ദിലീപിൽ ദൈവഭയവും ഉണ്ടായേ പറ്റൂ. ന്യായമായും ഉണ്ടാവും. ദൈവമുണ്ടെങ്കിൽ ദൈവഭയവും ഉണ്ടാവണമല്ലോ. സ്വാഭാവികമായും ഈശ്വര കോപം എന്നത് ദിലീപിനെ സംബന്ധിച്ച് വിശ്വാസമാവില്ല, അത് ഉറപ്പ് തന്നെയാവും. ഈശ്വരൻ ഉണ്ടെന്ന് ഉറപ്പിക്കുന്നവർ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ദൈവകോപം ഭയന്ന് കടുത്ത അന്യായങ്ങളൊന്നും കരുതിക്കൂട്ടി പ്രവർത്തിക്കില്ല. മനുഷ്യ സഹജമായിട്ടുള്ള പിഴവുകളും പിശകുകളും ഒക്കെ അബദ്ധവശാലൊക്കെ പറ്റിയെന്ന് വരും. പക്ഷെ കരുതിക്കൂട്ടി വളരെ മനഃപൂർവ്വം അങ്ങനെ ഒരു അപരാധവും ചെയ്യാൻ അവർക്ക് പറ്റില്ല. കാരണം ആഗ്രഹമൊക്കെ ഉണ്ടാവും, ചെയ്യണമെന്നും ഉണ്ടാവും, പക്ഷെ പ്രവൃത്തിയിലേക്ക് വരില്ല. മനസ്സിൽ പോലും അത്തരം ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പശ്ചാത്താപ വിവശരായി പോവും യഥാർത്ഥ ഭക്തർ. അതുകൊണ്ട് തന്നെ ബലാത്സംഗം ചെയ്യാനുള്ള ഉദ്ധാരണോർജം അത് അപരന്റെ ലിംഗത്തിന് പകരാനായി ഗൂഢാലോചനയിൽ ഏർപ്പെടാൻ ഒരു യഥാർത്ഥ ഈശ്വര വിശ്വാസി ഒരു കാരണവശാലും തയ്യാറാവുകയേയില്ല. അതെന്റെ വിശ്വാസമല്ല, ഉറപ്പാണ്. അതല്ലെങ്കിൽ ശത്രുപക്ഷത്തുള്ള സ്ത്രീകളെ, ശത്രുവായി നമ്മൾ കാണുന്ന സ്ത്രീകളെ അസന്മാർഗികളായിട്ടുള്ള പുരുഷന്മാരുടെ ലിംഗം കൊണ്ട് ബലാത്സംഗം ചെയ്യിപ്പിക്കാനായി ഗൂഢാലോചന നടത്തണമെന്ന ദൈവകൽപ്പന ഉണ്ടായേ പറ്റൂ. എങ്കിലേ യഥാർത്ഥ ദൈവഭക്തർ ബലാത്സംഗ ആവശ്യത്തിലേക്കുള്ള ഗൂഢാലോചനയെ ദൈവപ്രീതിക്കുള്ള പുണ്യകർമ്മമായി ഗണിച്ച് ഭക്തി പാരവശ്യത്തോടെ വളരെ ആത്മാർത്ഥമായി മുഴുകി ഗൂഢാലോചന കഴിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ദിലീപ് വിശ്വസിക്കുന്ന ദൈവങ്ങളൊന്നും പക്ഷേ അത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശങ്ങളും അവരുടെ ഭക്തർക്ക് നാളിതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം പോകന് ഉറപ്പാണ്. കാരണം ദിലീപിന്റെ ദൈവങ്ങളുമായി അത്യാവശ്യം വേണ്ടുന്ന ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്തിക്കൊണ്ട് തന്നെയാണ് പോങ്ങൻ ഇഹലോകവാസം നയിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വെളിപ്പെടുത്തലുകളൊന്നും നടത്താൻ തൽക്കാലം എനിക്ക് നിർവാഹമില്ല, അനുമതിയില്ല. അതാണ് സ്വാഭാവികമായും ദൈവമുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ദിലീപ് ദൈവകോപത്തെ ഭയക്കാനും ബാധ്യസ്ഥനാണ്. ന്യായമായും അത് അദ്ദേഹത്തിന്റെ ചുമതലയാണ്. ദൈവമുണ്ട്, അതുകൊണ്ട് തന്നെ ദൈവകോപവുമുണ്ട്. അത് അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് ആ ഭയം കൊണ്ട് നടക്കാൻ. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു തെറ്റ് ഉറപ്പായും ദിലീപ് ചെയ്യില്ല. മാത്രവുമല്ല, സ്വന്തം സിനിമ റിലീസാവാൻ മഷിനോട്ടക്കാരെ വെച്ച് നല്ല നേരം നോക്കിപ്പിക്കുന്ന അത്ര അന്ധമായ ദൈവചിന്ത ഉള്ള ആളുമാണ് ദിലീപ്. അതും പോകനും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയുള്ള ദിലീപ് ദൈവകോപം മറന്ന് ഇത്തരം ഒരു വൃത്തികേടിന് നിൽക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ അസൽ ഭക്തരെ നിങ്ങൾ ഇനിയും മനസ്സിലാക്കാൻ കിടക്കുന്നതേയുള്ളൂ എന്നാണ് പോങ്ങന്റെ ഒരു നിരീക്ഷണം. ഈ അന്ധവിശ്വാസത്തോളം വളർച്ചയെത്തിയ ഒരു ഭക്തൻ എന്ന നിലയിൽ ബലാത്സംഗത്തിനു പകരം അതിജീവിതയുടെ നാശത്തിനായി കൂടോത്രം ചെയ്യാൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൽ കഴമ്പുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പോങ്ങൻ തീർച്ചയായിട്ടും സമ്മതിക്കും. പക്ഷെ കൂടോത്രത്തിനുള്ള ഗൂഢാലോചനയും മറ്റും നടത്തേണ്ടത് പൾസർ സുനി അല്ലെങ്കിൽ കൊടി സുനി എന്നിങ്ങനെയുള്ള സുനിയന്മാരുടെ അടുത്തൊന്നുമല്ലല്ലോ, അല്ലേ? അതുകൊണ്ട് ഈ വിഷയത്തിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ഉറപ്പിക്കാൻ കാരണമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ കാര്യമായി പോങ്ങൻ കാണുന്നത് ദിലീപിലെ അടിയുറച്ച ഭക്തിയാണ്. ഒരാളുടെ ഭക്തിയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ പറയാമോ പോങ്ങ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുന്നവരുടെ മണ്ടയിൽ വെളിവിന്റെ തെളിവില്ല എന്ന് മാത്രമേ പോങ്ങന് പറയാൻ പറ്റൂ. തലപൊക്കി ആ ആസ്ട്രേലിയയിലേക്കൊന്ന് നോക്കൂ, ഒന്ന് നോക്കൂ. ഒരച്ഛനും മോനും കൂടി ദൈവഭക്തിയുടെ പ്രകടനം നടത്തി കുറച്ചുപേരെ അവിടെ ചരിത്രമാക്കി വിട്ടിട്ടുണ്ട്. തന്റെ മോനും കൂടി വ്യക്തിവൈരാഗ്യം തീർത്തതല്ല കേട്ടോ, അങ്ങനെ ആരും കരുതരുത്. അവരുടെ ദൈവത്തിന് വേണ്ടി അവർ ചെയ്ത പുണ്യപ്രവൃത്തിയാണ് ആ ക്രൂരത. യാതൊരു പരിചയവുമില്ലാത്ത, നേരിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യരെ ഇല്ലാതാക്കുക. വ്യക്തിവിരോധം കൊണ്ടല്ല, ദൈവപ്രീതിക്ക് വേണ്ടി. ഈ ദിലീപിന്റെ ഒരു ഗതികേട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സറിഞ്ഞ് ശത്രു സംഹാരം സാധ്യമല്ല. കാരണം സഹജീവികളെ ഉപദ്രവിക്കുന്ന ഭക്തർക്ക് നേരെ കോപിക്കലാണ് അദ്ദേഹത്തിന്റെയൊക്കെ ദൈവങ്ങളുടെ ദൗർബല്യം. എന്തൊരു ഗതികേടാണെന്ന് നോക്കണം, അല്ലേ? അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഗൂഢാലോചന നടത്താൻ പോലും പാപം ദിലീപിന് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കാൻ തെളിവ് വേണ്ട, വെളിവ് മതിയെന്നേ. അല്ലെങ്കിൽ ബുദ്ധിയിൽ വെളിവിന്റെ തെളിച്ചമുണ്ടായാൽ മാത്രം മതി. ഞാൻ പറയുന്നത് അപ്പൊ കിട്ടിക്കോളും. ഒരു ബലാത്സംഗിയുടെ വാക്കല്ല, ദൈവകോപം ഭയക്കുന്നവന്റെ ഭക്തിയിലാണ് ഈ പോങ്ങന് വിശ്വാസമുള്ളത്. വിശ്വാസമല്ല കേട്ടോ, ഉറപ്പുള്ളത്. ആ ഭക്തിയാണ് ഞാൻ മാനിക്കുന്നത്. ഇനിയിപ്പോ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പോങ്ങൻ വിശ്വസിക്കുന്നതിനുള്ള രണ്ടാമത്തെ കാരണം കൂടി പോങ്ങൻ പറയാം.
കുറ്റാരോപിതനാവുന്ന സംഭവം നടക്കുമ്പോൾ 50-കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല ദിലീപ്. 17 വയസ്സ് പ്രായമുള്ള ഒരു അച്ഛനും കൂടിയായിരുന്നു. അതും ഒരു പെൺകുട്ടിയുടെ അച്ഛൻ. അതും പ്രത്യേകം ഓർക്കണം. കൗമാരത്തിന്റെ തുടക്കം വരെ ആ മകൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് താമസിച്ചിരുന്നത് കേട്ടോ. എന്നാൽ അവൾക്ക് 14 വയസ്സായപ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞു. മകൾ അമ്മയ്ക്കൊപ്പം പോവാതെ അച്ഛനൊപ്പം തന്നെ നിലകൊണ്ടു. അച്ഛന്റെ പണവും താരമൂല്യവും സ്വാധീന ശേഷിയും ഒക്കെ കണ്ടിട്ടാണ് ആ മകൾ അച്ഛനൊപ്പം നിന്നതെന്ന് പ്രബുദ്ധ മലയാളികൾക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞവരെ എനിക്ക് അറിയുകയും ചെയ്യാം. സ്വാർത്ഥമതിയായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അന്ന് പറഞ്ഞ ചില സുഹൃത്തുക്കൾ വരെ എനിക്കുണ്ട്. പ്രബുദ്ധരാണ്. എന്നാൽ മകൾക്ക് 17 വയസ്സായപ്പോഴേക്കും അവളുടെ അച്ഛൻ കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരനായി അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. മോശക്കാരനായിട്ടുള്ള മനുഷ്യൻ, അങ്ങേയറ്റം സ്ത്രീവിരുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനായി മാറ്റിക്കഴിഞ്ഞിരുന്നു. സർക്കാർ സംവിധാനങ്ങളും സാംസ്കാരിക നായകളും പൗരപ്രമുഖരും ബുദ്ധിജീവികളും മാധ്യമങ്ങളും പോലീസും പൊതുജനവും ഒക്കെ ദിലീപിന് എതിരാവുന്ന കാലം, അല്ലെങ്കിൽ ആ മകളുടെ അച്ഛന് എതിരാവുന്ന കാലം. അതേസമയം തന്നെ 17-കാരിയായ ആ മകളുടെ അമ്മയെ കേരളം ആഘോഷിക്കാനും തുടങ്ങി. ബ്രാൻഡ് അംബാസഡറായിരുന്ന ജുവലറിയുടെ പരസ്യത്തിൽ നിന്ന് അച്ഛനെ നീക്കം ചെയ്തു. പകരം അവിടെ അമ്മ ആ ജുവലറിയുടെ ബ്രാൻഡ് അംബാസഡറായി മാറി. അമ്മയ്ക്ക് സിനിമകളിൽ ധാരാളം അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി. അമ്മ ആദരിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവളുടെ അച്ഛൻ അപമാനിക്കപ്പെടലിനും അവഗണിക്കപ്പെടലിനുമൊക്കെ ഇരപ്പെടുകയായിരുന്നു അല്ലേ? സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ സ്ത്രീ പീഡകനായിട്ടുള്ള ഒരു ഹീനൻ എന്ന മട്ടിൽ സാംസ്കാരിക കേരളം ദിലീപിനെ അളക്കുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പോഴും ആ പെൺകുട്ടി അവളുടെ അച്ഛനെ ഉപേക്ഷിച്ചു പോയില്ല കേട്ടോ. പോയോ? ഇല്ല. സ്വാർത്ഥമതിയായ ഒരു മകളായിരുന്നു അവളെങ്കിൽ അമ്മയെ തേടി പോകാൻ പറ്റിയ ഏറ്റവും നല്ല കാലമായിരുന്നു അത്. അച്ഛനെ തള്ളിപ്പറഞ്ഞാൽ ആരും കുറ്റപ്പെടുത്താത്ത കാലം. അച്ഛനെ ഉപേക്ഷിച്ചിട്ട്, അച്ഛനെ തള്ളിപ്പറഞ്ഞിട്ട്, പറ്റിയാൽ ഒരു തല്ലും കൊടുത്തിട്ട് അവൾ അവിടുന്ന് ഇറങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് സാംസ്കാരിക കേരളം, പ്രബുദ്ധ കേരളം, നവഹരിത കേരളം അവളെ ആഘോഷിച്ച് അവശയാക്കുമായിരുന്നു. അത് പ്രത്യേകം നമ്മൾ ഓർക്കണം. പക്ഷേ 14 കൊല്ലം മാതാപിതാക്കൾക്കൊപ്പം കഴിഞ്ഞ ആ മകൾക്ക് അവളുടെ അച്ഛനെ അറിയാമായിരുന്നു, അമ്മയെ അറിയാമായിരുന്നു. അതുകൊണ്ട് ആ മകൾ അവളുടെ അച്ഛനൊപ്പമാണ് നിന്നത്. അത് ആ കുട്ടിയുടെ തീരുമാനമാണ്. അതിൻ്റെ അർത്ഥം അമ്മയ്ക്ക് എന്തെങ്കിലും കേടുണ്ട് എന്നുള്ളതല്ല. പക്ഷേ അച്ഛൻ്റെ കൂടെ മകൾ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളത് ആ മകൾക്ക് ബോധ്യമാവുന്നു. ആ മനുഷ്യനെ ഒറ്റപ്പെടുത്താൻ, അച്ഛനെ ഒറ്റപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ അവരൊരുമിച്ച് ജീവിച്ച് അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ അല്ലേ? പഠിച്ച് ഡോക്ടർ വരെ ആയിട്ടുള്ള ആ പെൺകുട്ടി തെളിഞ്ഞ ബുദ്ധിയുള്ളവളാണ്. അവളുടെ ബുദ്ധിയെ നമുക്ക് സംശയിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ബുദ്ധിയുള്ള അവൾക്ക് അവളുടെ അച്ഛനെ വിശ്വാസമാണെങ്കിൽ അവളുടെ അച്ഛനെ ഈ പോങ്ങനും വിശ്വസിക്കുന്നു. ആ പെൺകുട്ടിയുടെ അച്ഛനെ പോങ്ങനും വിശ്വാസമാണ്. ആ അച്ഛനായിട്ടുള്ള ദിലീപിനെ പോങ്ങന് വിശ്വാസമാണ്. ആ ഭക്തനായിട്ടുള്ള ദിലീപിനെ പോങ്ങന് വിശ്വാസമാണ്. കോടതി വിധിയെപ്പോലും അംഗീകരിക്കാത്ത പ്രബുദ്ധ ജനതയുടെ വാക്കുകളെയല്ല, ഏറ്റവും കഷ്ടകാല സമയത്തും അച്ഛനെ ഉറച്ചു വിശ്വസിച്ച് ഒപ്പം നിന്ന ആ മകളുടെ മനസ്സിലാക്കലിനെയാണ് ഈ പോങ്ങൻ അംഗീകരിക്കുന്നത്. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കരുതാൻ ഇനിയും ഒരു 2-3 കാരണങ്ങൾ കൂടിയുണ്ട്. അത് പക്ഷേ അടുത്ത അധ്യായത്തിലെ പോകൻ പറയുന്നുള്ളൂ. എന്തായാലും കോടതി വിധിയെപ്പോലും അംഗീകരിക്കാതെ ദിലീപിനെയും അയാളുടെ സിനിമകളെയും ആക്രമിക്കാൻ ഒരു സംഘം തയ്യാറാവുന്നുണ്ട് എങ്കിൽ അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. കോടതി വിധി എതിരാവുമെന്ന് അവർക്ക് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ദിലീപ് കുറ്റക്കാരനല്ല എന്നത് അവരോളം നന്നായി അറിയാവുന്നവരല്ലല്ലോ മറ്റാരും അല്ലേ? അവർക്കറിയാം ദിലീപ് ഇതിനകത്ത് കുറ്റക്കാരനല്ല. അതുകൊണ്ട് തന്നെയാണ് ദിലീപിന്റെ ആ വിധി വരുന്ന 8-ാം തീയതിക്ക് തലേ ദിവസം മുതൽ തീർച്ചയായിട്ടും ദിലീപിനെ അങ്ങനെ വേട്ടയാടുന്നു. ദിലീപ് കുറ്റക്കാരനാണെന്ന് മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഒറ്റക്കെട്ടായി വിധിച്ചത്? ഒന്ന് ആലോചിക്കണ്ടേ? പൊതുജനങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ? ദിലീപിനെ തൊഴിൽ രംഗത്തു നിന്ന് നീക്കം ചെയ്യുക, ആ മനുഷ്യനിലുള്ള ജനങ്ങളുടെ വിശ്വാസവും പ്രീതിയും കെടുത്തിക്കളയുക. അങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പുറം ലോകം അറിഞ്ഞ് ഈ സംഭവം ശരിയായി അന്വേഷിച്ചാൽ കുറ്റക്കാരാവേണ്ടത് മറ്റു പലരുമാവാം. അവരെ രക്ഷിക്കാൻ ഈ ദൗർഭാഗ്യ ലക്ഷ്മിമാരും സംഘവും ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, മലയാള സിനിമയിലുള്ള ദിലീപിന്റെ ആധിപത്യ സ്വഭാവമുള്ള ആ പിടിപാട് അങ്ങോട്ടേക്ക് അവസാനിപ്പിക്കണമായിരുന്നു. അതുകൊണ്ട് ആർക്കൊക്കെയാണ് ഗുണമെന്നുള്ള കാര്യവും അന്വേഷിക്കണം. അപ്പോൾ ദിലീപ് വിരുദ്ധന എവിടെയൊക്കെയാണ് പടർന്നു കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സംഭവത്തിലെ വില്ലൻ വേഷത്തിന് ഏറ്റവും ഇണങ്ങുന്നത് അത് ദിലീപ് ആണെന്ന് പറയുന്ന ബോധ്യം സമൂഹത്തിൽ പരത്താൻ യഥാർത്ഥ ഗൂഢാലോചനക്കാർക്ക് വളരെ നിഷ്പ്രയാസം സാധിച്ചു. പ്രബുദ്ധ മലയാളികളുടെ സഹജമായിട്ടുള്ള ആ വിവരമില്ലായ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആലോചനാശേഷിയുടെ അഭാവം എന്ന് പറയുന്നത് അവർക്ക് ഗുണവുമായി. അതിജീവിതയോട് വിരോധമുള്ള ആളാണെന്ന് പറഞ്ഞ് ദിലീപിനെ അവതരിപ്പിച്ചാൽ സമൂഹം അത് അംഗീകരിക്കുമെന്ന് പറയുന്ന ബുദ്ധി വെറുമൊരു കുറ്റവാളിയുടെ ബുദ്ധി മാത്രമല്ല കേട്ടോ. അത് ആ 1-ാം പ്രതിയുടെ മണ്ടയിൽ അങ്ങനെ അങ്ങ് വിരിയുന്ന ബുദ്ധിയൊന്നുമല്ലാതെ അതിന്റെ പിന്നിൽ നല്ല ചലച്ചിത്ര പാണ്ഡിത്യവും സാമൂഹ്യ മനഃശാസ്ത്രവും അറിയാവുന്ന വളരെ സർഗാത്മകമായിട്ടുള്ള ഒരു തല, അല്ലെങ്കിൽ ഒന്നിലധികം തലകൾ പ്രവർത്തിച്ചേ മതിയാവൂ.
അല്ലാതെ ഒരു കുറ്റവാളിയുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയമൊന്നുമല്ലാതെ. 2017 ഫെബ്രുവരി മാസം 24-നോ 25-നോ 26-നോ ലാലിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുള്ള പത്രസമ്മേളനം മുഴുവൻ കേട്ടാൽ ഏതാണ്ട് 25-26 മിനിറ്റോളം ദൈർഘ്യമുള്ള ആ പത്രസമ്മേളനം മുഴുവനായിട്ടും കേട്ടാൽ തീർച്ചയായിട്ടും കുറെ കൂടി വ്യക്തമായി കാര്യങ്ങൾ തിരിയും. അപ്പോൾ അങ്ങനെ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതി വിധി വരുന്നതിന് മുന്നേ തന്നെ ദിലീപിനെ കുറ്റവിമുക്തനാക്കാൻ എൻ്റെ മനസാക്ഷി എന്നെ അനുവദിച്ചത്. ഇങ്ങനെ പല കാര്യങ്ങളും ലാലിൻ്റെ പത്രസമ്മേളനം മാത്രമല്ല, അതിനുശേഷം നടന്ന ഓരോ സംഭവങ്ങളും വളരെ കൃത്യമായി ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു, ആലോചിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാനൊരു പക്ഷപാതി എന്ന നിലയിൽ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധം ദിലീപിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുപക്ഷെ സംസാരിച്ചതും ചിന്തിച്ചതും ആലോചിച്ചതും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കണ്ടതൊക്കെ ഇത് ക്യാമറ കൊണ്ട് പകർത്താത്ത ഏതാണ്ട് 8.5 വർഷം ദൈർഘ്യമുള്ള ഒരു തിരക്കഥയുടെ ആവിഷ്കാരമാണ് നടന്നിരിക്കുന്നതെന്ന് പോങ്ങൻ പറഞ്ഞു കഴിഞ്ഞാൽ പോങ്ങൻ ഭ്രാന്തു പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഇതൊരു സാമൂഹിക ചലച്ചിത്രം പോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. ദിലീപ് വിരുദ്ധരായിട്ടുള്ള പൊതുജനം സത്യം പറഞ്ഞാൽ ഇതിൽ അവർ പോലും അറിയാതെ വില്ലന്മാരുടെ കൂട്ടാളികളായി വേഷമാടുക മാത്രമാണ് ചെയ്തത്. ഈ സാമൂഹ്യ സിനിമയിൽ തിരക്കഥാകൃത്തുകൾ സമൂഹത്തിന് മുന്നിൽ വളരെ ക്രൂരനായിട്ടുള്ള വില്ലനായി അവതരിപ്പിച്ച ദിലീപിനെ കോടതി ഗംഭീരമായിട്ടുള്ള ഒരു വിധിയിലൂടെ സമൂഹ സമക്ഷം ജനപ്രിയനായി പുനരവതരിപ്പിച്ചു കളഞ്ഞു. ആ ട്വിസ്റ്റ് തിരക്കഥാകൃത്തുക്കളോ സംവിധായകരോ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അതവർക്ക് അംഗീകരിക്കാനും സാധിക്കുന്നില്ല. ഞങ്ങളുടെ വില്ലനെ തിരുത്തി വിധിക്കാൻ കോടതിക്ക് എന്താണ് അവകാശമെന്നാണ് അവരുടെ ചോദ്യം. ഞങ്ങളൊരു വില്ലനെ ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നു, സമൂഹം അത് അംഗീകരിച്ചു, എന്നിട്ടും കോടതി എന്തുകൊണ്ട് മറിച്ച് വിധിച്ചു? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരവും കൃത്യമായിട്ട് ഞാൻ നാളെ പറയാം. അതുകൊണ്ടാണ് ദിലീപ് സിനിമയ്ക്കെതിരെ ഇപ്പോൾ അവർ തിരിഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം ഇപ്പോൾ പറയാം. കാരണം ദിലീപ് ഒതുക്കപ്പെടേണ്ടത് അവരുടെ മാത്രം ആവശ്യമാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. വഴിയെ അതൊക്കെ പുറത്തു വരണമെന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ദിലീപിന്റെ മകളുടെ 2ാം സ്ഥാനത്തേക്ക് സ്വയം പ്രതിഷ്ഠിച്ചിരുന്ന ഒരു സ്ത്രീയുടെ നൈരാശ്യം അത് ശാപമായി ദിലീപിന്റെ ഉച്ചിയിൽ വീണതാണോ എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം കബഡി നിരത്തിയോ മഷി നോക്കിയോ ഒക്കെ മനസ്സിലാക്കട്ടെ. പ്രായശ്ചിത്തം എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തോട്ടെ. എന്തായാലും ബാക്കി കാരണങ്ങൾ പോകാൻ നാളെ പറയാം. നിങ്ങളിതൊക്കെ കേൾക്കുന്നുണ്ടോ ആവോ എനിക്കറിയില്ല. നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ സംസാരിക്കാൻ വരുമ്പോൾ തന്നെ എവന് ദിലീപിൻ്റെ കാശ് വാങ്ങിയിട്ട് എന്തോ പറയാൻ വരുന്നു എന്നുള്ള മട്ടിലേക്ക് നിങ്ങൾക്കൊരു തോന്നലൊക്കെ ഉണ്ട്. വാസ്തവം പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ കാണിച്ചാൽ നിങ്ങൾ നാറിപ്പോവും. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരോടും സ്നേഹം. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. ദിലീപിനും തീർച്ചയായിട്ടും നല്ലത് വരട്ടെ. അദ്ദേഹത്തിൻ്റെ സിനിമ നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. രാവിലെ തന്നെ ഞാനത് പോയി കാണുന്നുണ്ട്. ഉച്ചയ്ക്ക് മുന്നേ വന്ന് നിങ്ങളോട് ഞാൻ വിവരങ്ങളൊന്നും പറയില്ല, എങ്കിലും ഒരു ആസ്വാദന വിവരണം എൻ്റേതായിട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം അറിയിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. വളരെ സന്തോഷം, സ്നേഹം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നാവടക്കുന്നു. ടാറ്റ. ബാക്കി വിശേഷങ്ങൾ നാളെ. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.